സമയം രാത്രി 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ടാക്സി വിളിച്ച് മക്കളെ ഹെയറൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇസിയാൻ്റെ ഹെയർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ പോയിട്ട് നമ്മൾ തട്ടുകട സ്റ്റൈൽ ബർഗറൊക്കെ വാങ്ങി, അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ മക്കളെ മറ്റാളതും കട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് റായിക്കിൻ്റെ ആയിരുന്നു അങ്ങനെ കുറച്ച് നേരം കരഞ്ഞൊക്കെ ഇരുന്ന് പിന്നെ അങ്ങോട്ട് ഇരുന്ന് കൊടുത്ത്. അപ്പോഴത്തേനും പിന്നെ ഇക്ക വന്ന് ഇക്കാൻ്റെതൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഏകദേശം നല്ല ടൈമായിരുന്നു. ഞങ്ങൾക്ക് പിറ്റേ ദിവസം തെലങ്കാന ട്രിപ്പ് ഉണ്ടായിരുന്നു. തെലങ്കാന മലേഷ്യൻ്റെ ഒരു അറ്റാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ 4:30 ഒക്കെ ആയി വീട്ടിലെത്തിയപ്പോൾ. പിന്നെ മക്കളെ കുളിപ്പിച്ച് മാറ്റി പാക്കിംഗ് ഒക്കെ മുന്നേ ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി ഞങ്ങളിതാ എത്തി. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഇതൊക്കെ ആയിട്ടാണ് കഴിച്ചത്. അപ്പോൾ നല്ലോണം കഴിച്ചിട്ട് പോകാൻ വിചാരിച്ച് പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഒരു മലായി റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നത്. അപ്പോൾ ഇവിടെ പല വെറൈറ്റി ഫുഡ്സും ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ എടുത്ത് കുറച്ച് കഴിച്ച് അപ്പോഴത്തേന് സിംഗപ്പൂർ ടീംസും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 വണ്ടിയിലാണ് പോയത്. ഫുഡൊക്കെ കഴിച്ച് പിന്നെ നേരെ വിട്ട്. രാത്രി തീരെ ഉറങ്ങാത്ത കാരണം കുറച്ച് ഉറങ്ങിയൊക്കെ ചെയ്ത് പിന്നെ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു ചായ എന്തെങ്കിലും കുടിക്കാൻ വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ അവിടുന്ന് എന്തോ ഒരു ഫുഡ് മലായി ഐറ്റം തന്നെ ഓർഡർ ചെയ്ത് ഒരു ബ്ലൂ റൈസൊക്കെ ആയിട്ടുള്ള ഗ്രിൽഡ് ചിക്കനൊക്കെ വെച്ചിട്ട് അപ്പോൾ അതൊക്കെ കുറച്ചങ്ങനെ കഴിച്ച്. അപ്പോൾ സമയം ഏകദേശം ഉച്ചയൊക്കെ ആയിരുന്നു. ഒരു 700 കിലോമീറ്ററോളം ഉണ്ട് തെലങ്കാനക്ക്. ഒരു കോസ്റ്റൽ ഏരിയയാണ് മലേഷ്യൻ്റെ. മെയിനായിട്ട് അവിടെ അട്രാക്ഷൻ ബീച്ചസാണ്. വെള്ളിയാഴ്ച ആയിരുന്നു. അപ്പോൾ അത് കാരണം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളി നോക്കുകയാണ്. ഇവിടെ ഒരു മുസ്ലിം ഏരിയ ആയ കാരണം പള്ളിയൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ പോണ പോക്കിൽ നല്ലൊരു ഭംഗിയുള്ളൊരു മ്യൂസിയം കണ്ട്, സുൽത്താൻ അബൂബക്കർ മ്യൂസിയം. അപ്പോൾ അവിടെ ഇറങ്ങി കാണാനൊന്നും പറ്റിയില്ല. അവിടേക്ക് എത്തിയപ്പോൾ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് കണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് എത്തിയപ്പോൾ തന്നെ നല്ല ഭംഗിയുള്ളൊരു പള്ളി കണ്ട്. ആ പള്ളി കണ്ടപ്പോൾ താജ്മഹലാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. നമ്മൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ അതേ ഒരു ലുക്കൊക്കെ ഉണ്ട് കാണാൻ. പിന്നെ അങ്ങനെ അവിടുന്ന് കുറച്ച് യൂ ടേൺ എടുത്തേക്ക് തന്നെ ഒരു പള്ളി കിട്ടി. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ആ പള്ളിയിൽ കയറി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. അപ്പോൾ തന്നെ കുറച്ച് മഴയൊക്കെ അങ്ങനെ പെയ്യുണ്ടായിരുന്നു. പിന്നെ കുറച്ചിങ്ങനെ പോകുന്നപ്പോൾ നല്ല കോടയും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു. അങ്ങനെ കുറേ അതൊക്കെ കണ്ടിരുന്ന് പിന്നെ എത്തിയപ്പോൾ കുറച്ചൊരു സ്ഥലത്തെത്തിയപ്പോൾ ഭയങ്കര മഴ തന്നെ. അങ്ങനെ അവിടുന്ന് കുറച്ച് ഒരു സെക്ഷൻ കഴിഞ്ഞേക്ക് തന്നെ ആ ഭാഗമൊന്നും മഴയെ പെയ്തിട്ടില്ല. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് ഫ്രഷ് ആവാനൊക്കെ വേണ്ടി ഒരു R&R നിർത്തി. പിന്നെ അവിടുന്ന് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച്. അപ്പോൾ ഞാൻ ചിക്കൻ ചോപ്സൊക്കെ കഴിച്ചത്. അങ്ങനെ അവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങി. ഏകദേശം ഒരു 8:30-9 മണിയൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾ എത്തിയ സ്ഥലത്ത്. അപ്പോൾ ഞങ്ങളൊരു സാക്ക് റെസിഡൻസ് എന്ന് പറഞ്ഞൊരു സ്റ്റേ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ബീച്ചിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. നല്ല ഭംഗിയുള്ളൊരു സ്റ്റേ ആണ് ഇത്. അങ്ങനെ ഹാളാണ്. നമ്മൾ കയറി വരുന്നാലുള്ളൊരു ലിവിങ് ആണ്. പിന്നെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. പിന്നെ താഴെ തന്നെ 4 ബെഡ്റൂംസ് ഉണ്ട്. മുകളിലൊരു ബെഡ്റൂമും എല്ലാത്തിനും അറ്റാച്ച്ഡ് ബാത്റൂംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വീടൊക്കെ നോക്കി കാണുകയാണ്. എല്ലായിടും ഒക്കെ വുഡ് കൊണ്ട് ഉണ്ടാക്കിയ വീടാണ്. അപ്പം ഇതിൻ്റെ മുന്നിൽ തന്നെ ആയിട്ടാണ് ബീച്ച് ഉള്ളത്. അപ്പോൾ ഇതിങ്ങനെ കുറേ വീടാണ്. അപ്പോൾ നമ്മൾ പകൽ കാണുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയുക. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഞങ്ങൾക്കും പ്രത്യേകിച്ചൊന്നും മനസ്സിലാവണില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ പുറത്ത് വന്ന് നോക്കുമ്പോൾ ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത റൂമിലത്തെ അവർ ഗ്രില്ലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ചിക്കനൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കി ഇന്ന് പിന്നെ എല്ലാവരും ഫോണിലൊക്കെ ഇങ്ങനെ കളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനതിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അതും കൂടി ഉൾപ്പെടുത്തി. പിന്നെ ഞാൻ കിച്ചൺ കണ്ടില്ലായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ കയറി വന്നത് തന്നെ ബാക്ക് സൈഡാണ്. അപ്പോൾ അങ്ങനെ കിച്ചണൊക്കെ കുഴപ്പമൊന്നുമില്ല. കിച്ചണൊക്കെ കണ്ട് ബാക്കി വിശേഷം ഇനി അടുത്ത വീഡിയോയിൽ കാണാം.